രണ്ട് പ്രധാനപ്പെട്ട മനുഷ്യർ അല്ലെങ്കിൽ വലിയ കലാകാരന്മാർ സാറിന് സമകാലീനരായിട്ട് കൂടി ഉണ്ടായിരുന്നു. സീനിയേഴ്സാണ് പറയുമ്പോൾ പ്രേം നസീർ, സത്യൻ മാഷ്. ഇവർ രണ്ടുപേരുമായിട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരെയും കലാകാരന്മാർ എന്നുള്ള രീതിയിൽ സാർ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ പ്രേം നസീറിൻ്റെ കാര്യം എടുത്താൽ അദ്ദേഹം വലിയ നടനാണെങ്കിൽ പോലും ഒരു ചട്ടക്കൂടിൽ അദ്ദേഹം എവിടെയോ പെട്ടുപോയതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിത്യഹരിതത്തിൽ അദ്ദേഹം എവിടെയോ പെട്ടുപോയതുപോലെ തോന്നിയിട്ടുണ്ട്. ഇരുട്ടിൻ്റെ ആത്മാവ് പോലെ അതിഗംഭീരമായ പ്രകടനങ്ങൾ ആ മനുഷ്യനിൽ നിന്നുണ്ടാകുമ്പോൾ തന്നെയും ഒരു ടെംപ്ലേറ്റിൽ എവിടെയോ പെട്ടുപോയതുപോലെ. ഇതിനെപ്പറ്റി മധു സാർ അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയോ എന്തെങ്കിലും? കരിയറിനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ പുറത്ത് സംസാരിച്ചിട്ടുണ്ട്. പ്രേം നസീറിന് അഭിനയിക്കാൻ ഉള്ള കഴിവ് 10-700 സിനിമയിൽ അഭിനയിച്ചെങ്കിലും വേണ്ട രീതിയിൽ മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം ക്ലിക്ക് ചെയ്ത മോഡൽ ക്യാരക്ടേഴ്സ് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരുന്നു. അതിൽ വളരെ അപൂർവമായിട്ടുള്ള 3-4 ഒരു സിനിമകൾ മാത്രമേ ഉള്ളൂ. ഇരുട്ടിൻ്റെ ആത്മാവോ പിന്നെന്താ അങ്ങനെ കുറച്ച് 2-3 അല്ലാതെ അധികമില്ല. സത്യൻ മാഷ് അദ്ദേഹം ഉണ്ടാക്കിയ സ്വാഭാവിക അഭിനയത്തിൻ്റെ ഒരു രീതി അല്ലെങ്കിൽ അദ്ദേഹം കഥാപാത്രങ്ങൾ ഉൾക്കൊണ്ടിരുന്ന വിധം, അതിനെപ്പറ്റി അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദത്തിലായിരുന്നു സത്യൻ മാഷുമായി. സത്യൻ മാഷ് ഞാൻ ഒരു 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 എന്താ പറയുക, ഒരു ഗുരുവിൻ്റെ സ്ഥാനത്താണ് ഞാൻ കണ്ടിട്ടുള്ളത്. പട്ടാളത്തിലും ഓഫീസിലും പോലീസിലും അടുത്തും ഇതുമൊക്കെ ജീവിതത്തിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് സ്വയം അഭിനയിച്ചിട്ടുള്ള ആളാണ്. ജീവിതം നല്ലപോലെ പഠിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു ക്യാരക്ടർ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അഭിനയിക്കാനും കഴിയുമായിരുന്നു. പിന്നെ ഈ അഭിനയത്തിനോട് ഭയങ്കര ഒരു ആവേശവുമായിരുന്നു. ഈ വയസ്സുകാലത്ത് വന്ന് അദ്ദേഹം വന്ന് 40-ന് ശേഷമാണ്. 41-ലാണ് വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് അവസാന നിമിഷങ്ങളിൽ വരെ അഭിനയിച്ച് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും ആർജിച്ചുകൊണ്ട് തന്നെ വലിയ കഴിവല്ലേ. ശ്രീ മോഹൻലാലുമായി സാർ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ വിശേഷാൽ വളരെ കൊമേഴ്ഷ്യലായ 2 സിനിമകൾ ഉദാഹരണത്തിന് പറയാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന് ഹലോ എന്നുള്ള സിനിമയുണ്ട്, നരൻ എന്ന സിനിമയുണ്ട്. ഈ 2 സിനിമകളിലും ഒന്നിൽ സാർ അദ്ദേഹത്തിൻ്റെ ഫാദർ ഇൻ ലോ ആണ്, ഒന്ന് സാറിനെ ഒരു ഫാദർലി ഫിഗറായിട്ട് ബഹുമാനിക്കുന്നു. രണ്ടിലും വല്ലാത്തൊരു വാത്സല്യം അല്ലെങ്കിൽ സ്ക്രീനിൽ വാത്സല്യം ഞങ്ങൾക്കൊരു മേക്ക് ബിലീഫായിട്ട് തന്നെ തോന്നുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ വല്ലാത്തൊരു അടുപ്പവും സ്നേഹവും ഉണ്ടെന്ന്. ഇത് അദ്ദേഹവുമായിട്ടുള്ള ഒരു ഓഫ് സ്ക്രീനുമായിട്ടും നിങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്യുന്ന ഒരു സൗഹൃദമുണ്ടല്ലോ, ഒരു സ്നേഹമുണ്ടല്ലോ, അതിൻ്റെ ഒരു ബാക്കിപത്രമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇല്ല, അങ്ങനെ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിത് ചെയ്യാൻ നേരത്തെ ആ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് ചെയ്തു എന്നുള്ളേ ഉള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് ആസ് എൻ ആക്ടർ എനിക്ക് ലാലിനെ ഇഷ്ടമാണ്, അഭിനയം ഇഷ്ടമാണ്. ഓരോ തലമുറയും ഇങ്ങനെ മാറി മാറി വരുമ്പം പിൻതലമുറയെക്കാളും മെച്ചമായിട്ട് വരും അടുത്ത തലമുറ എന്ന് പറയുമല്ലോ. ആ കൂട്ടത്തിൽ ഒരാളാണ് ലാൽ. ഈ പറയും പോലെ കമേഴ്ഷ്യലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അടിപിടി അക്രമവും ഡാൻസും എല്ലാം ഉണ്ടെങ്കിലും ഏത് പടം നോക്കിയാലും എന്തെങ്കിലും ശരിക്ക് അഭിനയിക്കാനുള്ളതുണ്ടാവും. ഇത് മാത്രമായിരിക്കില്ല. പ്രേമിക്കുകയും മനചുറ്റി ഓടുകയും പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അടി കൂടുകയും കുറേ സ്റ്റണ്ട് ഇതൊക്കെ എടുക്കുകയും അമ്മാവൻ തകരാറുണ്ടാക്കുക, അല്ലെ പെണ്ണിൻ്റെ തന്ത തകരാറുണ്ടാക്കുക, ഒളിച്ചുകൂടി പോവുകയും അടി കൂടുകയൊക്കെ കൊണ്ടിട്ട് ചെയ്തിട്ട് അവസാനം ഒന്ന് ചേരുകയും അല്ലാതെയുള്ള ക്യാരക്ടേഴ്സ് ഒരുപാട് ലാൽ അഭിനയിച്ചിട്ടുണ്ട്. സോ ഹി ഹാസ് പ്രൂവ്ഡ് ഹിംസെൽഫ് ടു ബി എ വെരി ഗുഡ് ആക്ടർ. അതേസമയം വളരെ ഫ്ലെക്സിബിളുമാണ്. ഇത് കമേഴ്ഷ്യൽ ഇല്ല നമ്മൾ പറയുമ്പോൾ ഈ സൂപ്പർ സ്റ്റാറിൻ്റെ വേലയും കയ്യിലുണ്ട്, എന്നാൽ ബെസ്റ്റ് ആക്ടറിൻ്റെ സംഗതിയും അയാളുടെ കയ്യിലുണ്ട്. ആ പേര് പറയുമ്പോൾ ഒപ്പം പറയുന്നൊരു പേരാണ് ശ്രീ മമ്മൂട്ടി. അദ്ദേഹം സാറിനെ പലപ്പോഴും ഒരു ഗുരുസ്ഥാനീയനായി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ബഹുമാനം കലർന്നിട്ടേ എപ്പോഴും സംസാരിക്കാറുള്ളൂ. അദ്ദേഹത്തെ ഒരു നടൻ എന്ന രീതിയിൽ പരിചയപ്പെടുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഓർക്കുന്നതുമൊക്കെ ഏത് വിധത്തിലായിരിക്കും? മമ്മൂട്ടി വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. ലൈഫ് തന്നെ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള ആളാണ്. ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി വലിയ ബഹളങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ക്യാരക്ടറെല്ലാം മനസ്സിലാക്കി അറിഞ്ഞ് ചെയ്യുന്നയാളാണ്. ഈ അഭിനയം ആസ്വദിച്ച് ചെയ്യുന്ന ആളാണ്. മമ്മൂട്ടിയേക്കാൾ കൂടുതൽ ഭാഗ്യവാന്മാർ നമ്മളാണ്. കാരണം അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് നമുക്ക് കിട്ടിയത്. മമ്മൂട്ടി ഏത് റോൾ എടുത്തിരുന്നാലും ഇതുവരെ ഏതെങ്കിലും ഒരു മമ്മൂട്ടി അഭിനയിച്ച് മോശമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. താരങ്ങളിലെല്ലാം അച്ഛനായിട്ട് അഭിനയിച്ചിരുന്ന മധു സാറിൻ്റെ ഒരു ഫേസ് ഉണ്ടായിരുന്നല്ലോ. അതായത് ഈ താരങ്ങളിലേക്ക് അച്ഛൻ മധു സാറായിരിക്കും. മധു സാറിൻ്റെ കഥാപാത്രത്തിന് എന്തെങ്കിലും സംഭവിക്കുമ്പോഴായിരിക്കും ഇവർ ശരിക്കും നായകത്വമുള്ള നായകന്മാരാവുക. അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ മടുപ്പിച്ചിട്ടുണ്ടോ എപ്പോഴും? അതുകൊണ്ടാണ് നിർത്തിയത്. കുറേ അങ്ങനെയായി. അത് കഴിഞ്ഞ പിന്നെ വരണതെല്ലാം ഇങ്ങനത്തെ ക്യാരക്ടറായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അഭിനയം അതിൻ്റെ സുഖമായിട്ട് തോന്നില്ല എനിക്ക്.
സോ ഐ ലോസ്റ്റ് മൈ ഇൻട്രസ്റ്റ് ഇൻ ഫിലിം ആക്ടിങ്. ഇപ്പോൾ അഭിനയത്തിന് വേണ്ടി അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ഇനിയും ഒരുപാടുണ്ടല്ലോ ചെയ്യാൻ. ഇനിയുള്ള ദിവസങ്ങളിൽ സിനിമയ്ക്ക് വേണ്ടി, സിനിമ എന്നുള്ള മാധ്യമത്തിന് വേണ്ടി എന്ത് ചെയ്യും? അത് എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ വളരെ വളരെ അംബിഷ്യസ് ആയിരുന്നില്ല. അപ്പോൾ നമുക്കൊരു ഈ ടീനേജിൽ ഒരു 10-21 വയസ്സ് വരെയും, ടീനേജ് കഴിഞ്ഞ് കൂടിപ്പോയ 21 വയസ്സ് വരെയൊക്കെയാണ് നമ്മൾ എന്താകണം, എവിടെയാകണം, നമുക്ക് എന്ത് വേണം, എവിടെ എത്തിപ്പറ്റണം എന്നെല്ലാം ഒരു ചിത്രം മനസ്സിലുണ്ടാവുക. നാളത്തേക്കുള്ള മോഹങ്ങൾ, ഞാൻ ഇന്നതാകണം, എനിക്കിന്നതൊക്കെ ചെയ്യണം, എനിക്കിതൊക്കെ കിട്ടണം, ഇതൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ഒരാഗ്രഹം മനസ്സിലുണ്ടാകണത്. എനിക്കെന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് 10-50 വയസ്സാവണ മുമ്പ് ഇതെല്ലാം കിട്ടിപ്പോയി. അപ്പോൾ പിന്നെ പുതിയതായിട്ട് വല്ലതും ആഗ്രഹിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ മോഹിച്ചതെല്ലാം നേരത്തെ കിട്ടിപ്പോയത് കാരണം ഒരു സ്ലോ ഡൗൺ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഒരു മടി, സത്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വരുന്നിടത്ത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പലരും ഇങ്ങനെ വരുന്നുണ്ട്. ഞാനിപ്പോൾ കണ്ടില്ല, ഇതും പിടിച്ചല്ലേ വന്നേ. അതെ, ഞാനിപ്പോൾ ഏത് രീതിയിൽ ഇരിക്കുന്നു ആ രീതിയിലൊരു കഥാപാത്രത്തിനെ ഇപ്പോൾ ചുറ്റിപ്പറ്റിയുള്ളൊരു സ്ക്രിപ്റ്റുമായിട്ട് വന്നാൽ ഞാൻ ശ്രമിക്കാം. അല്ലാതെ ഇന്നയാളിൻ്റെ അച്ഛനായിട്ടോ ഇന്നയാളിൻ്റെ അമ്മാവനായിട്ടോ എന്നെ വിളിക്കരുത്. ഇപ്പം ഞാൻ എൻ്റേതായിരിക്കണം, എൻ്റെ കഥയായിരിക്കണം സിനിമയിൽ. പക്ഷെ ആ കഥാപാത്രം ഞാനായിരിക്കണം. അങ്ങനെ ഒരെണ്ണം എഴുതിക്കൊണ്ട് വരികയാണെങ്കിൽ ഞാൻ നോക്കാം. 5-6 പേരെണ്ണം എഴുതിക്കൊണ്ട് വന്ന് കൊള്ളില്ലെന്ന് തിരിച്ചും കൊടുത്തിട്ടുണ്ട്. കൂടെയുള്ള ആളുകൾ, ഒപ്പം ജോലി ചെയ്തവർ, അഭിമുഖമെടുക്കാൻ വരുന്നവർ എല്ലാവരും ഈ ലെജൻഡ് അല്ലെങ്കിൽ മഹാപ്രതിഭ എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് എന്താണ് മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വികാരം? സിനിമയ്ക്ക് അതിങ്ങനെ കേട്ട് പോകുന്ന വരാറില്ല. ഒരു ചാരിതാർത്ഥ്യം തോന്നാറുണ്ടോ? ഇല്ല, അതൊരു സാധാരണ ചേട്ടാന്നോ അമ്മാവാന്നോ ഒക്കെ വിളിക്കും പോലെ തോന്നിയിട്ടുള്ളൂ. മലയാള സിനിമയിലെ കാരണവരെന്നൊക്കെ പറയുമ്പോൾ ആ രീതിയിലേ തോന്നിയിട്ടുള്ളൂ. മനസ്സിൽ എത്രയായിരിക്കും പ്രായം? അത് സാർ അതൊരു നാച്ചുറൽ പ്രോസസ്സാണെന്നുള്ള പൂർണ്ണമായ അറിവും ബോധമുള്ളതുകൊണ്ട് മനസ്സിന് ഇത് ബാധിച്ചിട്ടില്ല. കാരണം ഇങ്ങനെ ബാധിക്കുമെന്ന് പണ്ടേ അറിയായിരുന്നു. പക്ഷേ ഇത് പറ്റിയെന്താന്ന് പറഞ്ഞാൽ അബദ്ധം ഒന്നേ പറ്റിയുള്ളൂ. ഇത്രയും നാൾ ഇരിക്കുമെന്ന് വിചാരിച്ചില്ല. അതാണ് പറ്റിയത്. ഇപ്പോൾ പണ്ടത്തെ സിനിമകൾ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. പണ്ടത്തെ സിനിമകളാണ് അധികം കാണുന്നത്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ സിനിമ അധികം ഷൂട്ട് ചെയ്യുന്നത് മദ്രാസിലായിരുന്നല്ലോ. അപ്പം ഞാൻ അഭിനയിച്ചിട്ടുള്ള പടങ്ങളിലെ പോലും ഒരു 30% പടങ്ങളെ ഞാൻ കണ്ടിരുന്നുള്ളൂ അന്ന്. കാരണം അവിടെ ഷൂട്ടിംഗ് നടക്കും, ഇവിടെ റിലീസ് ചെയ്യും. അഥവാ ഇവിടെ റിലീസ് ചെയ്ത് കഴിഞ്ഞിരുന്നാലും റിലീസ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ വന്നാലും ഈ തിയേറ്റർ അടുത്തില്ലാത്ത ഏതെങ്കിലും ഗ്രാമത്തിലായിരിക്കും നമ്മുടെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഉള്ളത്. ചിലപ്പോൾ മാത്രം സിറ്റിയുടെ അടുത്ത് വരും. അപ്പോൾ തിയേറ്ററിൽ പോയി ഒന്ന് കാണാൻ സാധിച്ചെന്ന് വരും. അങ്ങനെ സ്വന്തം പടങ്ങൾ പോലും അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ സമയം കൊണ്ട് ഒരു 30% കണ്ടിരുന്നുള്ളൂ. ഇപ്പോൾ ഇതുകൊണ്ട് അനന്തര 30% ഞാൻ കണ്ടു കഴിഞ്ഞു. ഇനി ഒരു 40% ബാക്കിയുള്ളൂ. ഇപ്പോഴത്തെ ആക്ടേഴ്സ് ഒരു ഷോട്ട് അഭിനയിച്ച് കഴിഞ്ഞ് മോണിറ്ററിൽ അത് വന്ന് കാണുന്നു, സിനിമ റിലീസാകുമ്പോൾ പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് കാണുന്നു, സംവിധായകരുടെ കൂടെ ഇരുന്ന് കാണുന്നു, അഭിനയം മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അന്ന് കാലത്ത് സിനിമ തിയേറ്ററുകളിൽ എത്തുമ്പോഴാണ് സാറിനെ പോലുള്ള നടന്മാർ എന്താണ് ചെയ്തത് നിങ്ങൾ തന്നെ സ്വയം കാണുകയുള്ളൂ. അന്ന് മോണിറ്റർ ഇല്ല, ഫിലിമാണ്, ഫിലിമിന് അതിഭീകര വാല്യൂ ഉള്ളൊരു സമയമാണ്. അന്ന് അഭിനയത്തെ മെച്ചപ്പെടുത്താനുള്ളൊരു പ്രക്രിയ എങ്ങനെയായിരുന്നു? ഈ നാടകം നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ കാണാറുണ്ടോ? നമ്മൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഏതെങ്കിലും നടന്ന വിഷമം തോന്നിയിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ പണ്ട് സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുമ്പോൾ ഉടനെ ഫിലിം കൊണ്ടുപോയി അവർ ഡെവലപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് കാണാനൊന്നൊരു പണിയില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ആവശ്യമില്ല. കാണാനൊരു സൗകര്യം വന്നപ്പോൾ ഉടനെ കാണുന്നു. ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയിട്ട് കാണാൻ സാധിക്കും, ഇല്ലേ? അതുകൊണ്ട് കാണുന്നു എന്നുള്ളതുണ്ട്. അത് ഈ കാലം മാറുന്നതനുസരിച്ചിട്ട്, സൗകര്യങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് അത് ഉള്ള മാറ്റമാണിത്.